Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തില്ലേ? പിന്നെ എന്തൊക്കെയാ വിശേഷം? ദീപാവലിയൊക്കെ സൂപ്പർ ആക്കിയോ? എല്ലാവരും ആഘോഷിച്ചോ? പൊട്ടിച്ച് പൊടിപൊടിയാക്കിയില്ല. അപ്പൊ ഇന്നത്തെ സെക്ഷൻ എടുക്കാൻ പോകുന്നത് JC സോൺ ട്രെയിനർ ആയിട്ടുള്ള മുഹമ്മദ് സാറാണ്. സാർ എടുക്കാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് ആളുകൾ എടുത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് സാറിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവരും പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മുഹമ്മദ് സാർ, മോസ്റ്റ് വെൽക്കം സർ, പ്ലീസ് കം. ഓക്കെ, താങ്ക് യു. എൻ്റെ സൗണ്ട് കേൾക്കാമോ? ഓഡിയബിൾ ആണ് സർ. കേൾക്കാം. താങ്ക് യു. ഷെയർ ബട്ടൺ ഒന്ന് ഇനേബിൾ ആക്കാമോ? ഓക്കെ സർ. ഓക്കെ അല്ലേ സർ? ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നില്ലേ? സ്ലൈഡ് കാണാമോ? കാണാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ. ആദ്യം തന്നെ എനിക്ക് ഒരു സന്തോഷം അറിയിക്കാനുള്ളത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിൽ ട്രെയിനിങ് എടുക്കുന്നത്. ഞാൻ ഇന്നലെ മാഡത്തിനോട് ചോദിച്ചിരുന്നു, 1968 ഡേ എന്ന് കണ്ടപ്പോൾ അത്രയും നിങ്ങളത് ഈ കാര്യം കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വേദിയിൽ പറയുമ്പോൾ എങ്ങനെ എത്രത്തോളം നന്നാക്കി പറയണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ചോദ്യമാണുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കതിൽ തോന്നുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഒരു മിനിറ്റിലോ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. പിന്നെ വേറെ എന്തെങ്കിലും? എനിവൺ? വേറെ എന്തെങ്കിലും? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സ്ഥലത്ത് നിന്നും ഇവിടെ നിന്നും മനുഷ്യനെ ലോകത്തോട് സംവദിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു വഴിയായിട്ടാണ്. ഓക്കെ, ഒരു ഈസിയസ്റ്റ് വഴിയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ സോഷ്യൽ മീഡിയ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അതായത് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ട്വിറ്ററോ യൂട്യൂബ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിൽ നിങ്ങൾ ആദ്യം കാണുന്ന, അതായത് നിങ്ങളൊരു മോർണിംഗിൽ നിങ്ങളെ സോഷ്യൽ മീഡിയൻ്റെ ഫീഡ്, അതായത് ആ പേജ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് ഫസ്റ്റായിട്ട് ഒരു ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കാണുന്നത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? വാട്സപ്പ് ഓർ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഏതായാലും അത് ഇൻസ്റ്റാഗ്രാം പറയാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം പറയാം. ന്യൂസുകളായിരിക്കും, എന്താണ്? കേട്ടില്ല. വാർത്തകൾ. ഓക്കെ, വാർത്തകൾ കാണാറുണ്ട്. പിന്നെ റീൽസ്. റീൽസ്. ആ റീൽസിൽ എന്താണ് കാണുക എന്നുള്ളതിന്, എന്ത് ടോപ്പിക്കാണ് കാണുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട അതാണ് ഓക്കെ, കാണുന്നത്. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതാണ് കൂടുതൽ കാണിക്കുക. പിന്നെ വേറെ ബാക്കിയുള്ള ആളുകളൊക്കെ ലൈവ് ആയിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞോളൂ. മൂഡിനനുസരിച്ച് നമ്മുടെ
അതിനനുസരിച്ചുള്ള റീൽസും കാണാറുണ്ട്. എല്ലാ നമ്മള് റീൽസും നമ്മളെ മൂഡിനനുസരിച്ചിട്ട് റീല് സെറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. ഓക്കെ, അതെ, കറക്റ്റ് നമ്മളെ മൈൻഡ് റീഡ് ചെയ്ത പോലെ ഓക്കെ, തോന്നാറുണ്ട് പലപ്പോഴും. നല്ലൊരു പോയിന്റാണ്, എനിക്ക് ആവശ്യമുള്ളൊരു പോയിന്റാണ്. ഓക്കെ, പിന്നെ അതുപോലെ റീൽസിൽ വേറെ ആരോ അതിൻ്റെ അടുക്കൊന്നും സംസാരിച്ചിരുന്നു. അതെ, സംസാരിച്ച് ചെയ്യാനായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു സിസ്റ്റം വാങ്ങണം എന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടല്ലേ പറഞ്ഞിട്ടേ ഉണ്ടാവും. പിന്നെ എനിക്ക് ഓക്കെ, അതിന്റെ റീൽസേ വരുള്ളൂ. നമ്മൾ ഓക്കെ. എന്താണ് ചിന്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട റീലേ വരും. നമ്മളേതോ പ്രിയപ്പെട്ട ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് പോലെ തോന്നുന്നു. വളരെ കൃത്യമായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഞാൻ ആ പോയിന്റിലേക്ക് കടക്കാം. അതായത് ഞാൻ ശരിക്കും ട്രെയിനിങ് എന്നുള്ള ലെവലിൽ ഉദ്ദേശിച്ചപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായതുകൊണ്ടും വെറും ഒരു റേഡിയോ പോലെ സംസാരിക്കുന്നതിന് പകരമാണ് കേട്ടോ ഞാനിങ്ങനെ ചോദിച്ചിട്ട് എടുക്കുന്നത്. ഇനി ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ടോപ്പിക്കിൽ എനിക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഈ സോഷ്യൽ മീഡിയൻ്റെ ഫീൽഡിൽ കുറച്ച് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 10th കഴിഞ്ഞത് മുതൽ പഠിക്കാനൊക്കെ എനിക്കുള്ളൊരു ഇൻകം സോഴ്സ് ആയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് വർക്കാണ്. അതായത് സോഷ്യൽ മീഡിയ പ്രൊമോഷന്, അഡ്വർടൈസ്മെൻറ്റ്, ബ്രാൻഡിങ്, ഇങ്ങനത്തെ ഫീൽഡാണ്. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ ഏർലി മോർണിംഗിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് ഫസ്റ്റ് നമ്മൾ കുറേ നെഗറ്റിവിറ്റി പറയുന്നില്ല, പക്ഷെ എന്നാലും ചിലത് പറയണമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ട് നമ്മളൊരു ജ്വല്ലറിൻ്റെ പരസ്യമാണെങ്കിൽ പോലും ഭയങ്കര ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്ത് അതുപോലെ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള വോയിസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ ഒതുങ്ങിയിട്ട് ഏതെങ്കിലും ബ്ലോഗേഴ്സിലേക്കോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുക എന്നുള്ളതിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കണ്ടൻസിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു സ്ലൈഡ് കാണിച്ചു തരാം. ഞാനിതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ChatGPT ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റേറ്റിംഗ് വരുന്ന സാധനങ്ങളാണ് ഞാൻ അതിൽ വലുതാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലോറർ ഞാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയാണ് ആ ഒരു കണ്ടന്റിൻ്റെ ഒരു ഇത് വരുന്നത്, സ്കാറ്ററിങ് എങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് കാണാൻ തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്, അതിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നെഗറ്റിവിറ്റി ഓക്കെ, നെഗറ്റിവിറ്റി ഉണ്ട്. പിന്നെ കൂടുതലും സെക്സ്വൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഫേക്ക് ഇമോഷണൽ ഡ്രാമ. ഇമോഷണൽ ഡ്രാമ. ഓക്കെ, AI. AI. ഓക്കെ, പിന്നെ ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസ്. ഓക്കെ, ഇനി ആർക്കും പറയാനുള്ള, നമ്മൾ കൺക്ലൂഡ് ചെയ്യില്ലേ? അതായത് ഈ ടോപ്പിക്കിനെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. നമ്മൾ ഇന്ന് നിങ്ങളൊരു സോഷ്യൽ മീഡിയൻ്റെ ആപ്പ് ഏതായാലും റീലൊക്കെ തുറന്നു കഴിഞ്ഞാൽ AI-ൻ്റെ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അതിൽ AI എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര പവർഫുള്ളാണ് AI എന്ന് പറയുന്നത്. AI വെച്ചിട്ട് നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ആവട്ടെ, എഡ്യൂക്കേഷണൽ കണ്ടൻസ് ആവട്ടെ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യൂസിൻ്റെ ഒക്കെ പോലെ കുറേ AI വീഡിയോസ് ഇറക്കിയിട്ടുണ്ടാവും, ഒരാൾ ന്യൂസ് റീഡ് ചെയ്യുന്ന പോലെയൊക്കെ. എന്നാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ തമാശ രൂപേണ ഉള്ളതുണ്ട്, ചിലത് ഫേക്ക് ന്യൂസ് വെറുതെ അടിച്ചു വിടുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇവരെ കാലത്തിന് നമ്മളെ കാലത്തിനും കമ്പയർ ചെയ്തിട്ട് ഇവർ പറഞ്ഞു തരുമ്പം അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പോൾ ഈ ആൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടൊരു ന്യൂസ് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് ഈ കണ്ടീനോ മോനെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സത്യത്തിൽ ആ വീഡിയോ AI ജനറേറ്റഡ് ആണ്. പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള ഈവൻ യങ്സ്റ്റേഴ്സിന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ അതോ റിയൽ വീഡിയോ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ടെക്നോളജി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലിങ് പോലെയുള്ള സോറ, അതുപോലെ ഗൂഗിളിൻ്റെ VO3, ഇങ്ങനത്തെ ഒരുപാട് ഇതിലൊക്കെ വരുന്നത് ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ള കുറേ വീഡിയോസാണ്. ഈ വീഡിയോസിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നെഗറ്റീവായിട്ടാണ് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നത്. അതുപോലെ ഫേക്ക് ന്യൂസ്, എവിടെയെങ്കിലും മുന്നേ നടന്നൊരു കാര്യം ഒരു ഡേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ലാണ്ട് വേറൊരു പേരിലൊക്കെയാണ് പിന്നീട് ഇറങ്ങുന്നത്. പിന്നെ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു റിലീജിയൻ റിലേറ്റഡ് പോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അടിയിൽ മിക്കവാറും ഇത് ചെയ്യുന്നത് ഒറിജിനലായിട്ട് മതത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോലെ മോർണിംഗ് എണീറ്റിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളുകളായിരിക്കില്ല, ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കുറേ നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കടിച്ചു തൂങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടൻസിനൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് റീച്ച് കൂടുന്നത്. പിന്നെ അതുപോലെ കുറച്ച് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാളൊരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ട് നിലത്ത് കിടന്നിട്ട് വഴക്കുന്ന അങ്ങനെയുള്ളൊരു വീഡിയോ ഫേമസ് ആയിരുന്നു. ലാസ്റ്റ് ആ ആൾ സൂയിസൈഡ് ചെയ്യാണ് ഉണ്ടായത്. അതായത് ആള് ഡ്രിങ്ക് ചെയ്തിട്ട് വെള്ളമടിച്ചിട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ വന്നത്. സംഭവം ആൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ആൾക്ക് വേറൊരു പ്രശ്നം വന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സുരാജിൻ്റെ ഒരു മൂവിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ആയി പോകുന്ന എല്ലാ കാര്യങ്ങളും ട്രൂത്ത് അല്ല. ഓൾമോസ്റ്റ് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു 80% കാര്യങ്ങൾ പോലും ഇങ്ങനെയുള്ള കണ്ടൻസ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും റീച്ച് കിട്ടുന്ന കണ്ടൻസും അങ്ങനത്തതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു പേജിൽ നിങ്ങൾക്കൊരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ നെഗറ്റിവിറ്റി ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ട്. പക്ഷേ ആക്ച്വലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവ് സൈഡാണെങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം പോസിറ്റീവാണ് എന്നുള്ളതാണ്. അതിലെനിക്ക് ഈ ഒരു ഇമേജ് കണ്ടിട്ടും അതിൻ്റെ ഒരു ക്യാപ്ഷൻ കണ്ടിട്ടും ആർക്കെങ്കിലും അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, അത് നമ്മളെ പിന്നെ കത്തി എന്നുള്ളത് നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ സമയം എടുത്തോളൂ, കുഴപ്പമില്ല. അതെ, നമ്മളത് പിന്നെ ഒരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സംഭവം ഇതിന്റെ ഇത് നിർമ്മിച്ച ആള് ചിലപ്പം എന്താണ് ഇതുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കണം എന്നൊന്നും ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളെ യൂസ് ചെയ്യുന്ന ആളുടെ ചോയ്സ് ആണ് ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അതിൽ ഞാൻ ഈ ഒരു കത്തിനെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മളെ വീട്ടിൽ നമ്മൾ പച്ചക്കറി അരിയാൻ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കത്തി എന്ന് പറയുന്നത്. അവിടെ ശരിക്കും ഒരു ഫാമിലിനെ ഫീഡ് ചെയ്യുന്ന ഒരു ടൂള്, അതായത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കത്തി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഒരാൾ കാട്ടിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി അയാൾക്ക് മുന്നിൽ ഒരുപാട് വള്ളികളൊക്കെ കാലിലൊക്കെ ചുറ്റി പിണഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ യൂസ് ചെയ്യുന്നതും ഇതേ കത്തിയാണ്. ഇനി വേറൊരാൾ മറ്റൊരാളുടെ ദേഷ്യം തോന്നി സ്പോട്ടിൽ അയാൾ അരയുന്നൊരു കത്തി എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ആ ഒരാൾ കൊലപാതകത്തിൻ്റെ കാരണമാവുന്നതും ഇതേ കത്തിയാണ്. ഇനി ചെറിയ കുട്ടികൾ അബദ്ധവശാൽ ഒരു കത്തി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നക്കാരനാകുന്നതും വില്ലനാകുന്നതും ഇതേ കത്തിയാണ്. എന്നാൽ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിക്ക് ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇതുപോലുള്ള കത്തി അല്ലെങ്കിലും മൈക്ക് ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കത്തികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവൻ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ വരെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കത്തിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പെർസ്പെക്റ്റീവ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾക്ക് മാറ്റമുണ്ട്. അപ്പം ഏത് ടൂള് എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ശരിക്ക് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടികൾക്ക് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ ടോയ്സ് പോലെ വാങ്ങി കൊടുക്കാറുണ്ട്. അതിലുള്ള കത്തി ഒരിക്കലും മൂർച്ചയുള്ള കത്തി ആയിരിക്കില്ല. അതിലുള്ള കത്തി എന്ന് പറയുന്നത് ജസ്റ്റ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുട്ടികളെ കൈ മുറിയാത്ത രൂപത്തിലുള്ള കത്തിയായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ പച്ചക്കറി അരി ഉപയോഗിക്കുന്ന കത്തി ആയിരിക്കില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന് മാറ്റം ഉണ്ടായിരിക്കും. ആ ടൂൾ ഉപയോഗിക്കേണ്ട പോലെ തന്നെ ഉപയോഗിക്കും വേണം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെയുള്ള മക്കളെ സോഷ്യൽ മീഡിയ ഉണ്ടാവും. അത് നമ്മൾ കുട്ടികൾക്കുള്ള പ്ലാസ്റ്റിക് കത്തി പോലെ തന്നെ ആയിരിക്കണം അവരത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ റെസ്ട്രിക്റ്റഡ് ആക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ട് കൊടുക്കണം. യൂട്യൂബിൽ അണ്ടർ 18 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ ശരിയാക്കിയിട്ട് കൊടുക്കണം. ഇവരെ സോഷ്യൽ മീഡിയൻ്റെ എക്സ്പ്ലോറർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കുക, എന്തൊക്കെയാണ് ഇവർ അതിൽ കാണുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡേഞ്ചർ സൈഡ് പറയുകയാണെങ്കിൽ, നമ്മളെക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആണ് നമ്മൾ ഇന്നത്തെ ജനറേഷൻ, പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. അതിന് കുറേ ആളുകൾ ജനറേഷന് ഫോൺ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നതിനൊക്കെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരിക്കലും അതിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മളെ കയ്യിൽ നിന്നല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവർ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ഫോണും ടെക്നോളജിയൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതിനെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റണം. നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണം. അവരെക്കാൾ കൂടുതൽ നമ്മൾ ആ കാര്യത്തിൽ അറിവ് നേടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കാറുണ്ട്, ഈ +1 +2 എൻട്രൻസ് കോച്ചിങ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കുട്ടികൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എന്തൊക്കെയാണോ ഇപ്പോൾ ഗൂഗിളിൽ ചെയ്യുന്നത് ഇതല്ലാത്തതിൻ്റെ വേറെ തന്നെ ഒരു ലോകമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബിൽ ഉള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ അല്ലാത്ത ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട് ഡാർക്ക് വെബിൽ. അതിൽ ഡാർക്ക് വെബിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ ആക്രമിക്കുന്ന വീഡിയോ, ഒരാളെ കാലോ കയ്യോ മുറിക്കുന്ന വീഡിയോ നമുക്ക് ലൈവായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്താൽ, പേയ്മെൻറ്റ് കൊടുത്താൽ അത് വീഡിയോ കോളിലൂടെ നമുക്ക് കാണിച്ചു വരുന്ന സിസ്റ്റം വരെ ഡാർക്ക് വെബിലുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യുമല്ലോ, അതുപോലെ തോക്കും അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് വരെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ സൈറ്റുകൾ പോലും വാഴുന്ന ഒരു സ്ഥലമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാർക്ക് വെബ് വരെ യൂസ് ചെയ്യുന്ന ജനറേഷൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയനെയൊക്കെ കുറിച്ചിട്ട് പോലും നമ്മൾ വെറുതെ അതിനെ നെഗറ്റീവ് അടിക്കുന്നതിന് പകരം ഒരു കത്തിയെ പോലെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റണം. കത്തി എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ളതാണ്, യൂസ്ഫുൾ ആണ്, സെയിം ടൈമിൽ അത് ഡേഞ്ചറുമാണ്. അപ്പോൾ അതുപോലെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയൻ്റെ ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഒരു ഡയറക്ഷനിലേക്ക്, കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്ട്രാക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു കുട്ടിയായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ നല്ല ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് കുറച്ച് വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ഒരു കുട്ടീനായിട്ട് നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി വിചാരിക്കുക. ആ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ കുട്ടിക്ക് അവിടെയുള്ള ടോയ്സ് വേണ്ടി വരും, കുട്ടിക്ക് അവിടെയുള്ള റൈഡിലെല്ലാം കയറേണ്ടി വരും, കുട്ടിക്ക് അവിടെയുള്ള ഫുഡെല്ലാം വേണ്ടി വരും. അതായത് നമ്മളെടുത്ത് അതിനു മാത്രം സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരു സമയത്ത് ഈ കുട്ടി കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അടുത്ത് കുറച്ച് ക്യാഷേ ഉള്ളൂ, ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം, നമ്മളൊരു അരി വാങ്ങാനാണ് പോയതെന്ന് വിചാരിക്കാം. ഈ അരി വാങ്ങാനുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റു പലതും വാങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അത്. അതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ കയറുന്ന സമയത്ത് പഠിക്കാനുള്ള കണ്ടന്റ് 1% ആണെങ്കിൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊക്കെ ഇടയ്ക്ക് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും, എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ നോട്ടിഫിക്കേഷനിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ലാസ്റ്റ് ഫോൺ എടുത്ത് വെക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയാം, അയാളെ വിളിക്കാനുള്ള നമ്മൾ ഫോൺ തന്നെ, മെസ്സേജ് അയക്കാനുള്ള ഫോൺ എടുത്ത് തന്നിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ ഫോൺ എടുക്കും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യാനാണ് അതിലേക്ക് എത്തുന്നത്, പക്ഷെ നമ്മൾ അതല്ലാത്ത മറ്റെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ ലിമിറ്റഡ് ക്യാഷേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ലൈഫിൽ നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്ട്രാക്റ്റഡ് ആണോ അതോ കറക്റ്റ് ഡയറക്റ്റഡ് ഒരു പോയിന്റ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ വെറും ഇങ്ങനെ ഒരു റേഡിയോ ടോക്ക് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തൊരു സംശയം. ഇതിൽ എത്ര ആളുകൾക്ക് നമ്മൾ ഒരു ദിവസം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എത്രമാത്രം യൂസ് ചെയ്യേണ്ടെന്ന് ചെക്ക് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെ സ്ക്രീൻ ടൈം എത്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെ സ്ക്രീൻ ടൈം എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യാറുണ്ട്. ഏകദേശം എത്ര വരാറുണ്ട്? ഇതില് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ഓക്കെ, ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാണ്. ഇതാ അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ
ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു ഇതിനെ കുറിച്ചിട്ട്. കാരണം നമ്മൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഇത് പറയണമല്ലോ, കുട്ടികൾക്ക് കൃത്യമായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കിഡ് പോയിന്റ്സ് എന്ന് പറയാൻ പറ്റിയത്, നമ്മളിതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കിഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു 3 എണ്ണമാണ്. ഈ 3 പോയിന്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ 3 പോയിന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും, ഈ ഒരു മോർണിംഗിൽ നമ്മൾ ബി മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ചെയ്തു പോരുന്ന ഒരു പ്രക്രിയയിൽ എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇത്. ഞാൻ അത്രയും കോൺഫിഡൻസിൽ അത് പറയാൻ കാരണം, ഇതിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഫസ്റ്റത്തത് ഫോക്കസ് എന്നുള്ളതാണ്. ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റും, ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഷോർട്സോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെന്താണോ തരുന്നത് ഇതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഇപ്പം ഞാൻ നേരെ എൻ്റെ റീൽ സെക്ഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ട്രാവൽ വീഡിയോസ് ആയിരിക്കും. ആ ട്രാവൽ വീഡിയോസ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അത് ചിലപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിലെനിക്ക് വരുന്നത് വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ എന്തെങ്കിലും ഒരു അടിപിടി കൂടുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിലേക്കായിരിക്കും എത്തുക. അടുത്തത് ചിലപ്പോൾ ഒരു ബസ് റോങ് സൈഡിൽ കയറിയിട്ട് അതിനെ ആളുകൾ പിടിച്ച് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിൻ്റെ വീഡിയോ ആയിരിക്കും. അടുത്തത് ഏതെങ്കിലും ഒരാളെ വ്ളോഗായിരിക്കും. പിന്നെ ഒരാൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് 2-3 പരസ്യങ്ങൾ വരും. ഇങ്ങനെ റീല് പോയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സൈഡ്, നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേഷൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു ഹുക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റ്. ഹുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു 3 സെക്കൻഡിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ എന്തെങ്കിലും അതിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഓഡിയൻസിനെ കൂടുതൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക, കാരണം അവരെ വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ കെണിയിൽ വീഴരുത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ നടന് സ്റ്റേജിൽ വെച്ച് പറ്റിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ ഇതുണ്ടായാൽ നിങ്ങൾക്ക് ദിവസം 1000 രൂപ സമ്പാദിക്കാം, ഇത് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആകുമെന്ന് ഉറപ്പ്. ഇങ്ങനെ കുറേ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ക്ലിക്ക് ബൈറ്റുകൾ കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരൊറ്റ കാര്യം, ഒരേ ഒരു പോയിന്റേ നമ്മളെ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആണ്. ലോകത്ത് ക്യാഷിനേക്കാൾ അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്ന സാധനമാണ് ഈ സമയം എന്ന് പറയുന്നത്. നമ്മളെ സമയം നമ്മൾ ആർക്കൊക്കെ എന്തിനൊക്കെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന റീലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കലോത്സവം, നമ്മളെ ഈ കേരളത്തിൻ്റെ ഒക്കെ കലോത്സവം ഉണ്ടല്ലോ, +1 +2 ഒക്കെ കലോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒപ്പന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 ഒപ്പനകളായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ തിരുവാതിര അല്ലെങ്കിൽ മോഹിനിയാട്ടം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമ്മൾ വേറെ വേദികളിലേക്ക് നടന്നുകൊണ്ടേ നിൽക്കും. എന്നാൽ റിയാലിറ്റി ഷോകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ പരിപാടി, ഒരു ഡാൻസ് ആണെങ്കിൽ പിന്നെ അടുത്തത് പാട്ട്. ഇതെന്തിനാ വെച്ചാൽ ആളുകളെ അറ്റൻഷൻ സീക്കിങ് അവിടെ തന്നെ കിട്ടാനാണ്. അപ്പോൾ ഡാൻസ് ഇഷ്ടമുള്ള ആളുകൾ ഡാൻസ് കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടും കാണും. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ സ്കാറ്റേഡ് ആയിട്ട് പോകും. സോഷ്യൽ മീഡിയയിലും ഇതുപോലെയാണ്, പല ടോപ്പിക്കും നമുക്ക് ഇട്ട് തരാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഫോക്കസ്ഡ് ആയാൽ അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ റീല് കാണുമ്പോഴും ഷോർട്ട് കാണുമ്പോഴും എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മുകളിൽ സെർച്ച് ചെയ്തിട്ട് കാണാൻ തുടങ്ങാം. ഇന്ന് മുതൽ നിങ്ങളോട്, ഞാനിപ്പോൾ മെഡിറ്റേഷനൊക്കെ കേട്ടപ്പോൾ അതിൽ ഒരുപാട് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട്. അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ പോലെ, അഫർമേഷൻ പോലെ നിങ്ങൾ കാണേണ്ട ഒരു സാധനമാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വരുന്ന റീലല്ല ഞാൻ കാണുക, പകരം ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ഹോട്ടലിൽ നിന്ന് കുറേ ഫുഡ് നമുക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തരികയാണ്. അതൊക്കെ നമ്മൾ വാരി തിന്നാണ് ശരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. അവർ തരുന്നതൊക്കെ നമ്മൾ വലിച്ചു വിഴുങ്ങാണ്. അപ്പോൾ നമ്മൾ സാഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് കൂടുതൽ സാഡായിട്ടുള്ള സാധനങ്ങൾ തരും. നമ്മളതിലങ്ങട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഫുള്ള് റീലും അതായിരിക്കും, ഭൂമിയിൽ നമ്മൾ ഒറ്റക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആക്കും. പകരം ഭൂമിയിൽ നമ്മൾ ഒറ്റക്കല്ല, ഒരുപാട് ആളുകളുണ്ട്.
നമ്മളെ പ്രശ്നം ചെറുതാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പോസിറ്റീവ്, ഇത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ കാണാൻ പഠിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ മാറ്റം ഉണ്ടായിരിക്കും. കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യനാണ്. രണ്ടാമത്തത്, ഇതാണ് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പറയുമ്പോൾ, അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നമ്മൾ ഫോക്കസ് നമ്മളെ സെൽഫിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡോണ്ട് ഡു അൺവാണ്ടഡ്. ഞാൻ ഷോർട്ടാക്കി കൊടുത്തതാണ്. ചില റീൽസ് ഉണ്ടാവും, ഒന്നുകിൽ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മതപരമായിട്ടോ പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ അവർ പച്ച കളവായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. നമുക്ക് പണ്ടൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കഴിയുന്നതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത്. അത് ചിലപ്പോൾ മതപരമായിട്ട് നോക്കുമ്പോഴും മോറലി നോക്കുമ്പോഴൊക്കെ അത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, പല ആളുകളും വീഡിയോ ഇടുമ്പോൾ അതിൽ ആളുകൾക്ക് കടിപിടി കൂടാനായിട്ട് എന്തെങ്കിലും ഹിൻ്റ് അവിടെ വെക്കും. ഇതൊരു ട്രെൻഡാണ്. അതിനാണ് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അറിയാം, തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ഒരുപാട് തെറി പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. ഞാനൊരാളെ പേരെടുത്തിട്ട് ഇങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു FSG ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിൽ ഭയങ്കര അടി. ഈ അടി കൂടുന്ന സമയത്ത് ആളുകൾ ഇതിൽ കയറിയിട്ട് ഇയാൾ ചെയ്തത് ശരിയായില്ല, മറ്റയാൾ ചെയ്തത് ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസ് ഇടും. ഈ കമൻറ്റ് എത്രത്തോളം വരുന്നോ ഇതിനനുസരിച്ചിട്ട് റീച്ച് കൂടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മതത്തിനെ കുറിച്ചിട്ടോ മനുഷ്യത്വത്തിനെ കുറിച്ചിട്ടോ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്നത് നമ്മളെ അഭിപ്രായം അവിടെ കമൻറ്റ് ബോക്സിൽ പറയും. കാരണം നമ്മൾ പ്രതികരിക്കണമല്ലോ, അനീതിക്കെതിരെ നമ്മൾ പോരാടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അത് നല്ല മൈൻഡ് സെറ്റാണ് ഒരു സമൂഹത്തിൽ. പക്ഷേ ഇത് മേ ബി നിങ്ങൾക്ക് പുതിയൊരു തോട്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ളൊരു സാധനം കണ്ടാൽ നിങ്ങൾ ആ സാധനത്തിനെ ഒന്നും ചെയ്യാതെ വെക്കുക. അതിൽ പോയിട്ട് ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നോ, നിങ്ങളുടെ തീരുമാനം ശരിയല്ല എന്നോ, ഈ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നോ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ അതിൽ കമൻ്റ് ഇടുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിന് അറിയില്ല നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുകയാണോ, ഇതൊന്നും ഇൻസ്റ്റഗ്രാമിന് അറിയില്ല. ഇൻസ്റ്റഗ്രാമിന് ആകെ അറിയില്ല എന്താ, ഈ വീഡിയോക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്, ഈ വീഡിയോക്ക് കൂടുതൽ റെസ്പോൺസ് വരുന്നുണ്ട്, അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിക്കുക. നമ്മൾ ബ്രെയിനിൻ്റെ കാര്യം പറയല്ലോ, ബ്രെയിനിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു സംഭവമില്ല. എന്ത് വിചാരിച്ചാലും ബ്രെയിനിൽ വരും എന്ന് പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാലും അത് മുകളിലേക്ക് ഉയർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടൻ്റാണോ, സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്തൊരു കാര്യമാണോ, നിങ്ങൾ അതിനെ എതിർക്കാനും പോകരുത്, ലൈക്ക് അടിക്കാനും പോകരുത്, കമൻ്റ് അടിക്കാനും പോകരുത്, നേരെ ഒഴിവാക്കി വിടുക. ഇനി നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, ഒരു മോറൽ സംഭവം ഇങ്ങനെ വരികയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരാൾ സമൂഹത്തിൽ ഇങ്ങനെ തിന്മ ചെയ്യുമ്പോൾ എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ വീഡിയോ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചിട്ട് വിടുക. അതായത് അതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് റിപ്പോർട്ട് അടിക്കുക, ഇത് ഹാംഫുൾ ആണ് സൊസൈറ്റിക്ക് എന്നുള്ള സാധനം അടിച്ചു വിടുക. എന്നാൽ പിന്നെ ആ വീഡിയോൻ്റെ റീച്ച് എന്ത് ചെയ്തോളും, കുറഞ്ഞോളും. ഇത് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഞാനൊക്കെ ആദ്യം ചില പോസ്റ്റൊക്കെ കാണുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും, ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആശയം അല്ലെങ്കിൽ നമ്മളെ പൊളിറ്റിക്സ്, നമ്മളെ അഭിപ്രായമൊക്കെ നമുക്കതിൽ പറയാൻ തോന്നും. പക്ഷേ നിങ്ങൾ പറയരുത്. ഇനി കമൻറ്റിൽ അടിപിടി കൂടുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അവരെ മൈൻഡ് ആക്കരുത്. കാരണം എത്രത്തോളം റിപ്ലൈ ഇടുന്നു അത്രത്തോളം ആ കമൻറ്റ് അല്ലെങ്കിൽ ആ പോസ്റ്റ് മുകളിലേക്ക് വന്നുകൊണ്ടേ നിൽക്കും. അതിലധികവും ഫേക്ക് ആയിരിക്കും. നമുക്ക് ഈ ഫ്രഷ് മോർണിംഗിൽ ഒരു 5:30 നമ്മൾ എണീറ്റിട്ട് ഒരു 5 മണിക്ക് എണീറ്റ് നമ്മൾ ഇത്രയും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് ഈ ഒരു 5 AM ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മളെങ്കിലും മിനിമം എന്ത് ചെയ്യണം, സൊസൈറ്റിയിൽ നെഗറ്റീവ് കണ്ടന്റ് വരികയാണെങ്കിൽ ഒഴിവാക്കി വിടുക. നമ്മൾ സാധാരണ സമൂഹത്തിൽ ഒരാൾ, ഇപ്പം നമ്മൾ അങ്ങാടിയിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റും. കാരണം പ്രതികരിച്ചത് കാരണം അയാൾ വലുതാവുന്നൊന്നുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നെഗറ്റീവ് കണ്ടന്റ് ആരാണോ പോസ്റ്റ് ചെയ്യുന്നത് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ AI ഫേക്ക് വീഡിയോസ്, സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ്, പൊളിറ്റിക്സ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൊടുക്കുന്നത്, ഇവർക്ക് നമ്മളായിട്ട് സഹായിക്കാൻ പോകരുത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ റെസ്പോണ്ടേ ചെയ്യരുത്, ഒഴിവാക്കി വിടുക. ഒഴിവാക്കി വിട്ടാൽ തന്നെത്താൽ അത് നിൽക്കും. ഈവൻ ചാനലുകൾ പോലും നെഗറ്റീവ് ന്യൂസും ഡിബേറ്റുകളൊക്കെയാണ് എല്ലാ സമയത്തും പുഷ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ചാനലിൽ എപ്പോഴും നമ്മൾ ചർച്ചകൾ, ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ആക്ച്വലി എന്താണ്, ഡിബേറ്റാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയും. ഇന്ന് വരെ ഒരു ചാനലത്തെ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ പാർട്ടി മാറുകയോ ആശയം മാറുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ അടിപിടി ഇങ്ങനെ കാണും. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ്, നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെ ഒഴിവാക്കി വിടാൻ പഠിക്കുക. ദെൻ അടുത്തത് ഒരു ഹെൽപ്പാണ്.
നമ്മൾ ഈ സദക്ക ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെൽപ്പാണ് ഒരാൾ ഒരു ആർട്ട്, ഇപ്പം ചിത്രം വരക്കുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ വീഡിയോസിനൊന്നും റീച്ച് ഉണ്ടായിരിക്കില്ല, കാരണം ആളുകൾക്ക് നെഗറ്റിവിറ്റി മതി. അപ്പോൾ ചിത്രം വരക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ തിരക്കിലായിരിക്കും. ആ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുക. അതായത് മോശമായിട്ടുള്ള ആവശ്യമില്ലാത്തൊരു സാധനം കണ്ടാൽ നിങ്ങൾ ഒഴിവാക്കി വിടുക. ആവശ്യമുള്ള സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ സ്കില്ല് നന്നായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ മ്യൂസിക്കോ അല്ലെങ്കിൽ ആർട്ടോ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ ഏത് സമയമില്ല എങ്കിലും ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ സമയമില്ലെങ്കിൽ പോലും അതിൽ നിങ്ങളൊരു 2 ലവിൻ്റെ സിമ്പലെങ്കിലും, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നോ സൂപ്പറായിരുന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക. കാരണം അത് നമ്മൾ ഈ ഒരാളെ സഹായിക്കുന്നതിന് തുല്യമാണ്, നമ്മൾ ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നതിന് തുല്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഒന്നുകിൽ ലൈക്കോ കമൻറ്റോ, അല്ലെങ്കിൽ ഞാൻ അയാളെ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും വേണ്ട, ഫോളോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അതൊന്ന് ലൈക്കും കമൻറ്റും നിങ്ങൾ ഇട്ടിട്ട് വെറുതെ വിടുക. നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ പോസിറ്റിവിറ്റി ചെയ്യാൻ അയാൾക്കൊരു ഇൻസ്പിറേഷനാണ് അവിടെ കിട്ടുന്നത്. ഇന്ന് പല ആളുകളും, ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന പല ആളുകളും പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ട് കുറേ വീഡിയോ ചെയ്തിട്ട് റീച്ച് കിട്ടാതാവുമ്പോൾ ഒരു മടുപ്പ് വരും, ചില ആളുകൾ നിർത്തിപ്പോവും. അതല്ലാത്ത ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ പതുക്കെ പതുക്കെ നമ്മളെ കണ്ടൻസിൽ കുറച്ച് നെഗറ്റീവും ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരും, എന്തിന് റീച്ചിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സിസ്റ്റം നമ്മളെ സൊസൈറ്റിയിൽ വലുതാവുന്നത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് വരുന്ന ആളുകളെ മൈൻഡ് ആക്കാതെ ഒഴിവാക്കി വിടുക. കാരണം അവരെ നമ്മൾ എതിർക്കാൻ പോയാലും അവരാണ് വലുതാവുന്നത്. ആ പോയിന്റ് നിങ്ങളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക. പകരം പോസിറ്റീവ് സംഭവം കണ്ടാൽ അതിനെ നമ്മൾ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ട് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം അത്തരം ആളുകൾക്ക് അത് ഭയങ്കര ഹെൽപ്പായിരിക്കും. ഞാൻ വീണ്ടും ഈ 3 പോയിന്റ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള പോസ്റ്റിനെ നിങ്ങൾ മൈൻഡേ ചെയ്യരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഹെയ്റ്റ് അറിയിക്കുക, നമ്മൾ അഭിപ്രായം പറയുകയോ ചെയ്യരുത്. നമുക്കിങ്ങനെ തോന്നും നമ്മൾ അതിൻ്റെ അഭിപ്രായം പറയണ്ടേ, അല്ലെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കണ്ടെന്നൊക്കെ. നിങ്ങൾ തിരുത്തും തോറും ആ നെഗറ്റീവ് സംഭവം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരുത്താൻ പോയിട്ട്, ഇനി നിങ്ങൾക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് പോയിട്ട് പേഴ്സണലി നിങ്ങളൊരു ചാറ്റ് ചെയ്തോ, സുഹൃത്തെ ഇതൊന്നും ശരിയല്ല, ആ പോസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്തോ അത് അയാൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. അയാൾ ഉപയോഗിച്ചത് എന്താണ്, അതേ സ്ട്രാറ്റജിയാണ്. നെഗറ്റീവ് പറയാം, ഈവൻ സ്പെല്ലിങ് തെറ്റിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ തെറ്റിച്ചിട്ട് പറയുക. ഇങ്ങനെ ആളുകൾ അതിൽ കൊളുത്താനുള്ള ചൂണ്ടക്കൊക്കെ ആയിരിക്കും അത്. അതിൽ നമ്മളൊരു എന്ത് ചെയ്യരുത്, ഒരു പൊട്ട മീനായിട്ട് പോയിട്ട് പെടരുത്. പിന്നെ ലാസ്റ്റത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് പോസിറ്റീവ് കണ്ടൻസ് കണ്ടാൽ അതിനെ പോയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒരു 2 ലൈക്ക്, ഒരു ലവ് ചിഹ്നോ, ഒരു പൂവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അത് സൊസൈറ്റിയിൽ വമ്പൻ ചേഞ്ച് ഉണ്ടാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി കാണാൻ പോകുന്നത് നെഗറ്റിവിറ്റി മാത്രം കിട്ടുന്ന ഒരു ഇടമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ബി മാജിക് എന്ന് പറഞ്ഞ പോലെ ഒരു മാജിക് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ പോസിറ്റിവിറ്റി വരാൻ തുടങ്ങും. അപ്പോൾ ചാനലുകളും ന്യൂസ് ഇപ്പോൾ ന്യൂസ് ചാനലൊക്കെ രാവിലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് ന്യൂസാണ് നമുക്ക് അധികം വരിക. എല്ലാവരും പോസിറ്റീവിലേക്ക് വരാൻ തുടങ്ങും. നമ്മൾ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഇത്ര കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വാട്ട് വി സീ ഡെയിലി ഷേപ്പ് അവർ മൈൻഡ് എന്നാണ്. അതായത് നമ്മൾ എന്താണോ കൂടുതൽ കാണുന്നത്, നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത്, ഇത് നമ്മളെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുള്ളതാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു കോട്ട്സ് ഉണ്ടാവും, നമ്മളെ ചുറ്റുപാടുള്ള 5 ആളുകളുടെ ആവറേജ് ആയിരിക്കും നമ്മളെ സ്വഭാവം എന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന കാര്യമാണെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്തിനോടാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതായിരിക്കും നമ്മളെ ആക്ച്വൽ ലൈഫ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മിററായിട്ട് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇതാണ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കരുത്. നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയാം, ഇന്ന് മുതൽ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പുതിയ ആളുകളായിട്ട് പോസിറ്റീവായിട്ട് കണക്ഷൻ ഉണ്ടാക്കാനും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും, അതിലൂടെ നമ്മൾ വളരാനും, സൊസൈറ്റീനെ പോസിറ്റീവായിട്ട് വളർത്താനും ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ല കണക്ഷൻസ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് വളരുക, അതിൻ്റെ കൂടെ സൊസൈറ്റി പോസിറ്റീവായിട്ട് വളരുക. ഒരിക്കലും നമുക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണും, നമുക്കതില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തിട്ടും നമ്മളെ തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും നമ്മൾ സമയം വേസ്റ്റ് ആക്കൂല എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക.
പോസിറ്റീവായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സെർച്ച് ചെയ്ത് കാണുന്നു, നല്ലത് ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, ചീത്ത കാര്യങ്ങളെ പാടെ ഒഴിവാക്കുന്നു. ഒരു പോസിറ്റീവ് സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സ്വയം വളരാൻ വേണ്ടിയിട്ടും മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുള്ളൂ എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതുവരെ കേട്ട് നിന്ന അതിൽ പ്രത്യേകം എനിക്ക് സന്തോഷം തോന്നുന്നത് ഏർലി മോർണിംഗിൽ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് അങ്ങേയറ്റം ഹാറ്റ്സ് ഓഫ് യു. ഒരു അടിപൊളി പ്രോഗ്രാമാണത്. ഇതിങ്ങനെ ഒരുപാട് കാലം പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുഹമ്മദ് സർ. അപ്പൊ ഇനി നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. താങ്ക് യു. വളരെ നല്ല ഒരു സെഷനായിരുന്നു, വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പൊ സാർ വളരെ എനർജറ്റിക് ആയിട്ടാണ്, എന്താ പറയാ, ഒരു മോർണിംഗ് സെഷനാണ് എന്നതുപോലെ തോന്നിപ്പിക്കാതെ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. വളരെ പിന്നെ എന്താ പറയാ, സോഷ്യൽ മീഡിയ നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമുക്ക് യൂസ്ഫുൾ ആകുന്ന, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു പ്രയാസം തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കോണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളെ. അത് അവര് വളരെ പ്രയാസമാണ് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞാൻ ചെറിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അറിയാം അതിന്റെ ഒരു പ്രയാസം എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും ആകാത്തത് കൊണ്ടാണ് പലരും പിന്നെ മാറ്റർ മാറ്റി പിടിക്കുന്നത്. പിന്നെ മാറ്റർ മാറ്റി പിടിച്ച് ഇതിന്റെ തമ്പനയിലൊക്കെ വേറെ രൂപത്തിൽ സെറ്റ് ചെയ്യേണ്ടി വരികയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യം എങ്ങനെയെങ്കിലും സമൂഹത്തിൽ എത്തണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഇതിൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല. അതൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഓഫ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ സാറ് പറഞ്ഞത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം പോയിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വളരെ നല്ല ഒരു സെഷനായിരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു മുഷാബ് സർ. അടുത്ത ആരാണ്? പെട്ടെന്ന് പറഞ്ഞോട്ടോ, നമുക്ക് അധികം ടൈം ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നില്ലേ? സാറേ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ടുഡേ മോർണിംഗ് ആക്ച്വലി ഇറ്റ് വാസ് റിയലി എന്താ പറയാ, എൻതൂസിയാസ്റ്റിക്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. പിന്നെ സാറ് കൺക്ലൂഡ് ചെയ്ത ആ ടെംപ്ലേറ്റും, പിന്നെ സാറ് പറഞ്ഞ 3 പോയിന്റ് ഉണ്ടല്ലോ, സെർച്ച് ബട്ടൺ, പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, ആ 3 എണ്ണം, ഇറ്റ്സ് വെരി വെരി ഗുഡ്. ഞാനൊരു ട്രെയിനറാണ്, ഞാൻ അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് കാര്യമാണ്. സാറേ, നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇതില്? ഷുവർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മാജിക് മോർണിംഗ് സാർ. വളരെ യൂസ്ഫുൾ സെക്ഷന്. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഏതൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സാർ ആ 3 പോയിന്റിലൂടെ പറഞ്ഞു തന്നു. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. ഇതുപോലുള്ള ടോപ്പിക്കായിട്ട് സാർ ഇനിയും വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. അടുത്ത ആരാണ്? മാജിക് മോർണിംഗ് മോർണിംഗ്. സാർ, നല്ല പ്രസന്റേഷൻ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. നല്ല സൂപ്പർ. ഈ സമയത്തിന് പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു ഷൈന മാം. മാജിക് മോർണിംഗ് സർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു ഷൈന മാം. മാജിക് മോർണിംഗ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. നല്ല
നല്ല കുറെ ടേക്ക് അവേ പോയിന്റ് ഉണ്ടായിരുന്നു സർ. പുതിയ പുതിയ ഇൻഫർമേഷൻ കുറെ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാം. സോഷ്യൽ മീഡിയ ഒഴിവാക്കാനും പറ്റില്ല. അതേ സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്നെ മേലെ നിൽക്കണ വഴി ചൂട് തട്ടും വേണം, കൈ കൊള്ളാനും പാടില്ല. അങ്ങനെ പോകണം. അതിനുള്ള കുറെ ടിപ്സ് സാറ് പറഞ്ഞു തന്നു. താങ്ക് യു. താങ്ക് യു ബഷീർ സർ. ഇനി ആരും ഇല്ലേ? പറഞ്ഞു കഴിഞ്ഞോ എല്ലാരും? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ഇനി വെറുതെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോയിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇതിനനുസരിച്ചൊക്കെ സാറ് പറഞ്ഞതിനനുസരിച്ചൊക്കെ ചെയ്യും. അതുപോലെ അതിനനുസരിച്ചൊക്കെ കാണുള്ളൂ. താങ്ക് യു സാർ, ഒരുപാട് ഉപകാരമായി. താങ്ക് യു ഷീജ മാം. ഓക്കെ, ഞാനും ഒരു ക്വസ്റ്റ്യൻ, ഞാനും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് തന്നെയായിരുന്നു കാണാറുള്ളത്. മാജിക് മോർണിംഗ് ടു ഓൾ. ശീല മാം പറഞ്ഞോളൂ. ശീല മാം ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ. പറഞ്ഞോ മാഡം, പറഞ്ഞു. ഓക്കെ, നല്ലൊരു ടോപ്പിക്ക്. ഇപ്പോഴത്തെ എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആ പാറ്റേൺ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസ് ശീല മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നല്ലൊരു അവയർനെസ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ സാറേ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് തന്നെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. പിന്നെ നാം ഇത്ര നാളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെന്ന് മനസ്സിലായി. ഇനി അത് സാർ പറഞ്ഞതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് സെർച്ച് ചെയ്ത് വേണ്ട രീതിയിൽ മാത്രം ഉപയോഗിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ശീല മാം. ഇനി ആരെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അല്ലേ? ഓക്കെ സാർ, താങ്ക് യു. ഞാനും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ട് തന്നെയായിരുന്നു കാണാറുള്ളത്. പക്ഷെ സെർച്ച് ചെയ്തിട്ട് കണ്ട് താഴോട്ട് പോയിട്ട് പിന്നെ നമുക്ക് ഫോക്കസ് ഇല്ലാതാവാറാണ് പതിവ്. അപ്പൊ എനിക്ക് സാറ് പറഞ്ഞ പോലെ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഓക്കെ, എനിവേ സർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Okay, thank you guys. താങ്ക് യു. Thank you all. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you, sir. Thank you all. Have a nice day. Okay, thank you. താങ്ക് യു സർ. Okay, thank you. ഞാനെന്നാ ലീവ് ചെയ്യട്ടെ. സർ Okay. ഓക്കെ, താങ്ക് യു. Thank you.